നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കൂത്താട്ടുകുളത്താണ് കേട്ടോ. നമ്മുടെ ജോസഫ് ചാൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജോസഫിന് 2 ഡോഗ്സ് ഉണ്ട്. നമ്മുടെ ലൂസി ഉണ്ട്, ചാർലി ഉണ്ട്. നമ്മുടെ ബെൽജിയം മൽനോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചാർലി നമ്മുടെ ഫുൾ ബ്ലാക്ക് ഒരു മെയിലാണ്. നമ്മുടെ ലൂസി നമ്മുടെ ഡ്യൂറോണ്. അവരുടെ ലിറ്ററിൽ അവരുടെ ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കുറച്ച് പപ്പീസ് ഈ ഒരു ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ലിറ്റർ കേട്ടോ. പപ്പീസ് എല്ലാം തന്നെ ഇപ്പോൾ ഒരു 48 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ഡ്യൂറോൺ കളറിലുള്ള പപ്പിയുണ്ട്, അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഉള്ള 2 പപ്പിയുണ്ട്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് നല്ല പുള്ളിക്കാരൻ പല ബ്രീഡ്സിൽപ്പെട്ട ഡോഗ്സിനെ വളർത്തുന്നതാണ്. പുള്ളിക്കാരൻ്റെ പക്ഷേ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ 2 മൽനോയ്സ് എന്ന ബ്രീഡാണ്. കാരണം അറിയാലോ, ഏറ്റവും നല്ല ഗാർഡ് ഡോഗ്സിൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബ്രീഡ് എന്ന് പറയുമ്പോൾ ഗാർഡിങ് എന്ന് പറയുമ്പോൾ മൽനോയ്സ് ആണ്. വേറെ പല ഡോഗ്സ് ഉണ്ടെങ്കിലും വളർത്തിയവർ ഈ ഒരു ബ്രീഡിനെ ഭയങ്കരമായിട്ട് എന്താ വേറൊരു ഡോഗ്സിനെക്കാട്ടി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു മൽനോയ്സിനാണ്, വളർത്തിയവർക്കറിയാം. അപ്പോൾ നമുക്ക് നല്ല മൽനോയ്സിനെയൊക്കെ കാവലിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പീസ് ഞാൻ പറഞ്ഞല്ലോ 48 ദിവസമായിട്ടുള്ളൂ. 3 ഡീവർമിംഗ് എല്ലാം കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മൽനോയ്സിനെ എല്ലാവരും എടുക്കുന്ന ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴാണ്. കാരണം ആ ഒരു സമയം ആകുമ്പോഴേ നമുക്ക് പപ്പിയുടെ ഒരു എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോൾ തന്നെ കാണില്ല, പപ്പീസ് ഉണ്ട്, ഒന്നും വെറുതെ ഇരിക്കുന്നില്ല. എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഈ ഒരു പരുവത്തിലാക്കി എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് താണ്ട് ഇതെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പപ്പീസിൻ്റെ മദറിനെയും കാണാം, അതുപോലെ തന്നെ ഫാദറുണ്ട്. ഫാദറിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല, ഇച്ചിരി പ്രശ്നമാണ്. അതാണ് നമ്മുടെ പപ്പീസിൻ്റെ ഫാദർ, നമ്മുടെ ചാർലി. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ 2 പേരെയും പപ്പി സ്റ്റേയിൽ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് ലിറ്റർ